ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് അടുത്തായിട്ടാണ്. മെഡിക്കൽ കോളേജിന് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോഴേക്ക് നിങ്ങൾ ഈ ഒരു വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ കണ്ടോളൂ. ഇത് ആക്ച്വലി നമുക്കൊരു 3 വില്ലകളോളം വരുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് 2 വീടുകളും കൂടെയൊക്കെയാണ് ഇത് സെയിലിനുള്ളത്. ഒരു വീട് ഓൾറെഡി സെയിൽ ആയതാണ്. നമുക്ക് മെയിൻ റോഡിൽ നിന്നും ബസ് റോഡിൽ നിന്നൊക്കെ ഏകദേശം 500 മീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. ഈ കാണുന്ന വീടിൽ നിന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്നും 12 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ നമുക്ക് എടപ്പള്ളി ലുലുവിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും സെയിം ഡിസ്റ്റൻസ് തന്നെ 12 കിലോമീറ്റർ തന്നെയാണ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാം. വെറും 16 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിൽ നിന്ന് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഈ കാണുന്ന 3 വില്ല പ്രൊജക്ടുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇതിനകത്ത് ഒരു വീട് സെയിലായതാണ്. ബാക്കിയുള്ള 2 വീടുകളാണ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. മുകളിലേക്ക് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ബ്രിക്കിന്റെ ഡിസൈൻ വരുന്നുണ്ട്, ടെക്സ്റ്റഡ് വർക്കുകൾ വരുന്നുണ്ട്, ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് പെയിന്റ് ഒക്കെ കൊടുത്തിട്ട് അതിനിടയിലെല്ലാം ക്ലാഡിംഗ് സ്റ്റോൺസും കൊടുത്ത് സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്നത് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ്. നമുക്ക് ഇവിടെ 2 വീടുകൾ കൊടുക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. രണ്ടും ഏകദേശം ഒരേ വളരെ ചെറിയ ചെറിയ ലാൻഡ് അളവുകളിലൊക്കെ തന്നെയാണ് വരുന്നത്. ഈ ഒരു വീടാണെന്ന് പരിചയപ്പെടുന്നത്. ഇതിന്റെ ഗേറ്റ് വന്നിട്ട് നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലും മറ്റേ ഒരു സൈഡ് വന്നിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് ഈ വീടിന്റെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ച് ഗ്രാസ് ഒക്കെ വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചിൽ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പേസ് ഒക്കെ അവൈലബിൾ ആണ്. വീടിന്റെ എലിവേഷൻ കണ്ടു. ഇതിന്റെ ഈ ഒരു കാർ പോർച്ചിന്റെ ഒരു പില്ലർ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വീട് നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ഏരിയ അത് കംപ്ലീറ്റ് ആയിട്ട് അറ്റം വരെ അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുകയാണ്. വീടിന്റെ ബാക്കിലൂടെയും സൈഡിലൂടെയൊക്കെ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമുക്ക് ഈ ഒരു വീട്ടില് വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറഞ്ഞത് 2 സോഴ്സ് ആണുള്ളത്. ഒന്ന് നമുക്ക് ഒരു കിണറുണ്ട്, ഒരു വെല്ലുണ്ട്, അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് നമുക്കുള്ളത്. വീടിന്റെ റൈറ്റ് സൈഡിലൂടെ പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് കാണാം ലാസ്റ്റ് എൻഡിൽ ഒരു കിണറുണ്ട്. അത് കഴിഞ്ഞാലും പിന്നെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് നടന്നു പോകാനുള്ള ഒരു സ്പേസ് ആണ് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. നമുക്ക് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ചെടിയൊക്കെ നടാനായിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇതുപോലെ ഭംഗിയുള്ള ചെടികളൊക്കെയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3 സെന്റ് ലാൻഡിൽ 1450 സ്ക്വയർ ഫീറ്റ് ഒരു സ്മോൾ ബഡ്ജറ്റ് വീടാണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ഒരു വീടാണ്. അപ്പൊ ഈ ഒരു വീടിന്റെ മെയിൻ ഡോർ വന്നിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. വെസ്റ്റ് സൈഡാണ് വീടിന്റെ മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ വരുന്നത് ഇവിടെ ലിവിംഗ് സ്പേസിനായിട്ട് നൽകിയിട്ടുള്ള സ്ഥലത്തേക്കാണ്. നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ ഇവിടുത്തെ TV യൂണിറ്റ് കാണാം. ഈ 2 ഭാഗങ്ങളിലായിട്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. TV യൂണിറ്റ് നമുക്ക് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള മൾട്ടിവുഡിലുള്ള വർക്കാണ് ഈ ഒരു TV യൂണിറ്റിനായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ഇതിന്റെ റൂഫ് മനോഹരമാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫ്ലോർ ആണ്. നല്ല ഭംഗിയായിട്ട് ഒരു വൈറ്റ് കളർ വൈറ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് മെയിൻ ആയിട്ട്. അതിനിടയിൽ ഒരു ബ്ലാക്ക് ഡിസൈൻ ഇങ്ങനെ എടുത്തു നിൽക്കുന്ന രീതിയിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ആ എൻട്രൻസ് തന്നെ മൾട്ടിവുഡിൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഫാമിലിയിലുള്ള 4 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസ് നോക്കിയാൽ കാണാം ഒരു വുഡൻ ഫ്രെയിം ഒക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ടഫ് ആൻഡ് ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇത് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ടോപ്പ് എൻഡ് ആണ് വിസിബിൾ ആയിട്ടുള്ളത്. അവിടെ ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള വർക്കുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്.
ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമുക്കിത് കാണാനുള്ളത് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ വരുന്നത്. മൾട്ടിവുഡിൽ നല്ല ഭംഗിയുള്ള വർക്കുകളോട് കൂടിയിട്ടാണ് വാഷിംഗ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ നല്ല ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു യൂണിറ്റ് ആണ് വാഷ് ബേസിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കബോർഡ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഭാഗം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഡൈനിങ് ഏരിയയുടെ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ പ്ലേസസ് എന്ന് പറയുന്ന ഈ ഒരു റൂഫ് ഒക്കെ വന്നിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട് 3 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ താഴെ ഭാഗത്ത് ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്കൊരു സിംഗിൾ കോട്ട് കട്ടിലിടാവുന്ന സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ഇതിന്റെ റൂഫ് നോക്കിയാലും കാണാം നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ആ ഒരു കോർണർ ഭാഗത്താണ് മൾട്ടിവുഡിൽ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ സെറയുടെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വോൾട്ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എൻട്രൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ മൾട്ടിവുഡിൽ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഒരു ഡോറ് കൂടാതെ ഒരു ചെറിയ ഓപ്പൺ കൗണ്ടറും കൂടി ചെയ്തിട്ട് ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് കിച്ചണിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 3 പേർക്ക് വരെ നിന്ന് മാനേജ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് കിച്ചണിൽ കിട്ടുന്നത്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നല്ല ഭംഗിയുള്ള വൈറ്റിൽ ഡിസൈൻ ഉള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു സൈഡൊക്കെ നോക്കിയാൽ സൈഡ് വോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കിച്ചൺ ക്യാബിനറ്റ്സിലൊക്കെ കൊടുത്തിരിക്കുന്ന കളർ ആണെങ്കിൽ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ ആണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് കിച്ചൺ ക്യാബിനറ്റ്സിനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലോ ഹോട്ടിന്റെ ഒരു ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാനുള്ള സ്പേസിനെയൊന്നും എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്കൊരു സ്പേസ് തന്നെ അവിടെ കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വർക്ക് ഏരിയയുടെ വർക്ക് കുറച്ചുകൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ആവാനുണ്ട്. മുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. സൈഡിലുള്ള കുറച്ച് വർക്കുകളും കൂടിയാണ് ഇനി ഫിനിഷ് ചെയ്യാനുള്ളത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കബോർഡ് ഫെസിലിറ്റികൾ കിട്ടുന്നുണ്ട്. അതുകൂടാതെ സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷനും എല്ലാം കൊടുത്തിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് വർക്ക് ഏരിയയും ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിലൊക്കെ കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് മുകളിൽ ഒരു വലിയ ഓപ്പണിംഗ് കാണാം. ടഫിന്റെ ഗ്ലാസ് ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ഓപ്പണിംഗ് ആണ് അവിടെ കാണുന്നത്. നല്ല രീതിയിൽ സൺലൈറ്റ് ഒക്കെ അകത്ത് കടക്കാനായിട്ട് ആ കാണുന്ന വലിയൊരു വിൻഡോ ഹെൽപ്ഫുൾ ആണ്. മുകളിലെത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലത്തെ റൂഫിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് അതിന്റെ മുകളിലൊരു ബ്ലൂ കളർ വരുന്നുണ്ട്. നല്ലൊരു ഷാൻലിയർ ഇട്ടിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ് എങ്കിൽ പോലും നമുക്ക് ഒട്ടും ഓവർ അല്ലാത്ത രീതിയിൽ ഭംഗിയായിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ ഒരു ഐഡിയ കിട്ടും. ഇതുപോലെ ഒരു എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ഭാഗം കിടക്കുന്നത്. നമുക്ക് അവിടെ ആയിട്ട് ഒരു ചെറിയ വോള് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നേരെ കയറി വരുമ്പോൾ ഒരു ബെഡ്റൂം ഉണ്ട്. അതിനടുത്തായിട്ട് മറ്റൊരു ബെഡ്റൂം ഉണ്ട്. നമുക്ക് നേരെ കാണുന്ന ആദ്യത്തെ ബെഡ്റൂം തന്നെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു ഡബിൾ കോട്ട് കട്ടിൽ നമുക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും. ഒരു സിംഗിൾ കോട്ട് കട്ടിലാണ് ഇവിടെ എന്തുകൊണ്ട് ആപ്റ്റ് ആയിട്ടുള്ളത്. 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് വിസിബിൾ ആണ്. റൂഫിൽ നോക്കിയാൽ കാണാം ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല ഡിസൈനുള്ള ടൈലുകളൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറും കുറച്ച് ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വരുന്ന ഭംഗിയുള്ള ഡിസൈനുകളാണ് ബാത്റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചൊരു സ്പേസ് കിട്ടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വലിയ അലമാരയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് അത് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനടുത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം സൈസിലും വലിപ്പത്തിലും ലെങ്തിലും ഒക്കെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇതിന് 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മൾട്ടിവുഡിന്റെ ഒരു വാർഡ്രോബ് കിട്ടുന്നത്. അതിനടുത്തായിട്ട് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഏകദേശം കോമൺ ആയിട്ടുള്ള ഒരു ടൈലുകൾ തന്നെയാണ് എല്ലാ ബാത്റൂമുകളിലും യൂസ് ചെയ്തിരിക്കുന്നത്.
ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയും യൂട്ടിലിറ്റി സ്പേസും ആണ്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഒരു ഹാളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതുപോലെ നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതുപോലെ ടഫ് ആൻഡ് ഗ്ലാസ് ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കാനായിട്ട് ഇതിന്റെ അപ്പുറത്ത് നല്ലൊരു ഏരിയ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. ഇതിന് മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല രീതിയിൽ തന്നെ റൂഫിൽ മുകളിലും വർക്കുകളൊക്കെ ചെയ്ത് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഹാളിനകത്തേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു ഡോറ് കാണാം. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് യൂട്ടിലിറ്റിക്കായിട്ട് നൽകിയിട്ടുള്ള സ്പേസിലേക്കാണ്. പെട്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂട്ടിലിറ്റി സ്പേസ് കാണില്ല. ഈ ഒരു ഭാഗത്ത് നിന്നൊരു പാസേജ് പോലെയുണ്ട്. ആ പാസേജ് എൻഡ് ചെയ്യുന്നിടത്താണ് നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അതിന് മുകൾ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള ഏരിയ, അതുപോലെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള പ്ലേസ് ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വിസിബിൾ ആണ്. ആ സ്റ്റെയർ കേസ് വഴി നമുക്ക് നേരെ ടെറസിൽ എത്താവുന്നതാണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ കാണുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വളരെ അടുത്തായിട്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്കാണെങ്കിലും എയർപോർട്ടിലേക്ക്, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലായിടത്തും ഒരു 20-25 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ട്രാവൽ ചെയ്ത് എത്താവുന്നതാണ്. ഈ കാണുന്ന വില്ല പ്രൊജക്ടിനകത്ത് 3 വില്ലകളാണ് വരുന്നത്. ഒരു വില്ല സെയിൽ ആയതാണ്. ബാക്കി നമുക്കിനി 2 വില്ലകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു വീട്ടിൽ നമുക്ക് ഒരു കാറാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതേ ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യുന്ന വീട് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വില്ല കൂടി അവൈലബിൾ ആണ്. രണ്ടിൽ ഏത് വാങ്ങിക്കണമെങ്കിലും മാർബിൾ ഹോംസിനെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് 3 സെന്റ് ഓഫ് ലാൻഡിലാണ്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1450 ആണ്. ഇതൊരു 3 BHK ഹൗസ് ആണ്. ഒരു വെഹിക്കിൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിന് ഇവിടെ 2 സോഴ്സും ഉണ്ട്, വെല്ലും ഉണ്ട്, അതുപോലെ തന്നെ KWയുടെ വാട്ടറും ഉണ്ട്. മനോഹരമായ ഈ വീടിന് റോഡിനോട് ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 60 ലക്ഷം രൂപയാണ്. 60 lakhs എന്ന ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഈ വീടുകൾ 2 ഏതെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.